കണ്ണൂരിൽ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണങ്ങൾക്കെതിരെ ഓട്ടോ ഡ്രൈവർമാർ. പരിഷ്കരണം കുരുക്കിന് കാരണമാകുന്നതായാണ് പരാതി. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പണിമുടക്കുമെന്നും ഡ്രൈവർമാർ പറഞ്ഞു. കണ്ണൂർ നഗരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ട്രാഫിക് പരിഷ്കാരം ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആക്ഷേപം. പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും നഗരം ചുറ്റിത്തിരിയേണ്ട സ്ഥിതിയാണ് ഉള്ളതെന്നും 33 രൂപയുടെ ഓട്ടത്തിന് യാത്രക്കാർക്ക് 45 രൂപ വരെ കൊടുക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടാകുന്നതെന്നും ഡ്രൈവർമാർ പറയുന്നു. അതിനെക്കൊണ്ട് നാട്ടുകാർക്കുള്ള ഫസ്റ്റത്തെ നഷ്ടം എന്ന് പറഞ്ഞാൽ ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യൻ്റ് അവിടെ പോയ ഒരു പേഷ്യൻ്റ് വണ്ടിയും പിടിച്ച് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വരണമെങ്കിൽ നേരത്തെ ഈ പരിഷ്കാരം വരുന്നത് മുന്നേ 33 രൂപയാണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് കൊടുക്കേണ്ടത് 45 രൂപയാണ്. ഒന്ന്. രണ്ടാമത് ഇവിടെ ഈ സ്റ്റാൻഡിലാണ് അധികം ആൾക്കാരും വന്നിട്ട് ട്രെയിന് പോകാൻ 2-3 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പോവുക. ആ ഗ്യാപ്പിൽ ഇന്ന് ആ ലെവലിൽ പോകാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ 9 മണി നോക്കുമ്പോഴേക്ക് ഫുള്ളായിട്ട് ടൗൺ ബ്ലോക്കാണ്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ശുപാർശയില്ലാതെ പരിഷ്കാരം പാടില്ലെന്ന് കോർപ്പറേഷൻ കർശന നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു. ഇത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അംഗീകരിച്ചതാണെങ്കിൽ ഉടൻ പിൻവലിക്കണമെന്നും ഡ്രൈവർമാർ പറഞ്ഞു. ഇല്ലെങ്കിൽ ഒറ്റക്കെട്ടായി പണിമുടക്കുമെന്നും ഡ്രൈവർമാർ വ്യക്തമാക്കി. ട്രാഫിക് സംവിധാനത്തിൽ ഒരുപാട് അപാകതകളുണ്ട്. അത് നേരെയായില്ലെങ്കിൽ നമ്മൾ കണ്ണൂർ ടൗണിലെ മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും അതിൽ ട്രേഡ് യൂണിയനോ അല്ലെങ്കിൽ മറ്റൊന്നും ഒരു വ്യത്യാസമില്ലാതെ മുഴുവൻ തൊഴിലാളികളും ഇതാ ഈ നിൽക്കുന്നതിൽ പല ട്രേഡ് യൂണിയൻ പ്രവർത്തകരാണ്, ഒരു യൂണിയൻ്റെ അല്ല. അപ്പം നമ്മൾ മുഴുവൻ തൊഴിലാളികളും പിന്നെ പണിമുടക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളും വലിയ പ്രതിഷേധത്തിലാണ്. 1/2 കിലോമീറ്ററിലധികം ബസ്സുകൾക്ക് ഓടേണ്ട സ്ഥിതിയാണ് പുതിയ പരിഷ്കാരത്തിലൂടെ ഉണ്ടായതെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്തിന്റെ നേതൃത്വത്തിൽ ആ ആശങ്ക കണ്ണൂർ ACP MP ആസാദിനെ അറിയിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പരിഷ്കാരമെന്നും വിശദമായി എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്ന ഉറപ്പാണ് ACP ബസ് ഉടമകൾക്ക് നൽകിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.